ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. നമ്മൾ ഇന്ന് 11 തൊട്ട് 15 വരെയുള്ള ശ്ലോകങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ 10 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നോക്കിയതാണ്. ഇനി 11 തൊട്ട് രണ്ടാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം തൊട്ടാണ് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത് അർജുനൻ. എന്താ വെച്ചാൽ അർജുനൻ വിഷമിച്ചിരിക്കുവാണല്ലോ, യുദ്ധം ചെയ്യില്ല എന്നുള്ള സ്വജനങ്ങളെയൊക്കെ വധിച്ചിട്ടുള്ള രാജ്യം വേണ്ട, ആ രീതി വിഷമമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഇനിയാണ് ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത്. ഇതുവരെ ഭഗവാൻ സംസാരിച്ചിട്ടേ ഇല്ല, ആദ്യത്തെ അധ്യായത്തിലായാലും ഈ ഒരു ഇത്. അപ്പൊ ഇനിയാണ് ഭഗവാന്റെ ഭാഗം ഉപദേശം തുടങ്ങുന്നത്. അപ്പൊ ഭഗവാന് മനസ്സിലായി അർജുനന്റെ വിഷമങ്ങളുടെ കാരണമൊക്കെ ഭഗവാന് മനസ്സിലായി. അപ്പൊ ഭഗവാൻ പറയുവാണ്, ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. എന്ന് വെച്ചാ ഇവിടെ ഭഗവാൻ പറയുവാണ്, അർജുന, നീ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംശ്ച ഭാഷസേ എന്ന് വെച്ചാൽ മഹാപണ്ഡിതനെ പോലെ ഭാഷണവും ചെയ്യുന്നുണ്ട്. ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ. പണ്ഡിതന്മാര് മരിച്ചവരെ കുറിച്ചോ മരിച്ചിട്ടില്ലാത്തവരെ കുറിച്ചോ ദുഃഖിക്കുന്നില്ല. നാനുശോചന്തി എന്ന് വെച്ചാൽ ശോചം പ്രകടമാക്കുന്നില്ല. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നത്, അർജുനൻ വിഷമിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് വിഷമിക്കുന്നു, അല്ലെ, ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. അതുമല്ല, ഭയങ്കര പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ യഥാർത്ഥ പണ്ഡിതൻ എന്ന് വെച്ചാൽ യഥാർത്ഥ തത്വജ്ഞാനി, ആത്മജ്ഞാനികള് മരിച്ചവരെ കുറിച്ചോ മരിച്ചിട്ടില്ലാത്തവരെ കുറിച്ചോ വിഷമിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനന്റെ വിഷമത്തിന്റെ കാരണം മരണമാണ്. അതാണ് ഭഗവാന് നന്നായിട്ട് മനസ്സിലായി, അല്ലെ. അർജുനന്റെ വിഷമത്തിന്റെ കാരണം അതാണെന്ന്. അപ്പൊ ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ ഭീഷ്മ പിതാമഹരെയും സജ്ജനങ്ങളെയും എല്ലാം യുദ്ധത്തിൽ വധിക്കേണ്ടി വരുമ്പോൾ ഇവര് പിന്നെ ഒരിക്കലും കാണാനില്ലല്ലോ. അപ്പൊ ആ ആദിയാണ് അർജുനന് പ്രധാന കാരണം തന്നെ, വിഷമത്തിന്. അതാണ് അർജുനനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മരിക്കുന്നതോടുകൂടി ഇവരാരും എന്നേക്കും ഇല്ലാതാകുകയാണെന്നുള്ള ആ ഒരിത് ഭഗവാന് മനസ്സിലായി. അപ്പൊ ഗീതയിലെ ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് തന്നെ ഈ ഒരു ശ്ലോകം തൊട്ടാണ്. അപ്പൊ ഭഗവാൻ പറയുന്നു, യഥാർത്ഥ തത്വജ്ഞാനികള് മരിച്ചവരെ കുറിച്ചോ മരിച്ചിട്ടില്ലാത്തവരെ കുറിച്ചോ വിഷമിക്കുന്നില്ല. അപ്പൊ മരണം എന്ന അവസ്ഥയാണ് അർജുനന്റെ ദുഃഖത്തിന്റെ കാരണം, പ്രധാന കാരണം. അപ്പം വാസ്തവത്തിൽ മരണം എന്താണെന്ന് അർജുനൻ മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാരും അർജുനന്മാരാണ്, അല്ലെ. അപ്പൊ അതുകൊണ്ടാണല്ലോ നമ്മളായാലും വിഷമിക്കുന്നത്. അപ്പൊ വിഷമം തോന്നാൻ മെയിൻ കാരണം അതാണ്. അപ്പൊ നമ്മൾ ഓരോ പേരിലും ആത്മാവ് മരണമില്ലാത്തതാണ്. ശരീരമാണ് മരിക്കുന്നത്, ശരീരത്തിനാണ് നാശം സംഭവിക്കുന്നത്, ആത്മാവിനല്ല. അപ്പം മരണമെന്ന് പറയുന്നത് ഈ ശരീരം ജഡമാകുമ്പോ, ആത്മാവ് ഈ ശരീരം വിടുമ്പം അത് വിടുകയാണ് ചെയ്യുന്നത്, ഈ ശരീരം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഈ ശരീരം മരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ. പക്ഷെ ആത്മാവിന് മരണമില്ല. ഓക്കെ, അപ്പൊ ഇത് നമുക്കറിയില്ല. അപ്പൊ അതാണ്, ശരീരത്തിന് മാത്രമേ ഉള്ളൂ ഈ മരണം സംഭവിക്കുന്ന, ആത്മാവിന് മരണം സംഭവിക്കുന്നില്ല. അപ്പൊ അതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ അർജുനന്റെ ദുഃഖത്തിന്റെ കാരണം ഭഗവാൻ നന്നായിട്ട് മനസ്സിലാക്കി. അപ്പൊ ശരീര മനോബുദ്ധി ആണല്ലോ നമ്മളുടെയൊക്കെ ആ ഒരു ചിന്തകളാണല്ലോ. അപ്പൊ ആത്മാവ് ജീവനായി തെറ്റിദ്ധരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്നു, അല്ലെ. ആത്മാവ് ആണ് ഈ ശരീരം വിടുമ്പോഴാണ് ഒരു വ്യക്തി മരിച്ചു എന്നുള്ള ഒരു അവസ്ഥ തന്നെ വരുന്നത്. പക്ഷെ ശരീരത്തിനുള്ള നാശം സംഭവിക്കുന്ന, ആത്മാവ് മരിക്കുന്നില്ല. അത് മറ്റൊരു ശരീരം നമ്മുടെ കർമ്മങ്ങൾ അനുസരിച്ച് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇതിനകത്ത് ഭഗവാൻ ഇനി അടുത്ത് വരുന്ന ശ്ലോകങ്ങളിലെല്ലാം മരണം ഒന്നിന്റെയും അവസാനമല്ല. അപ്പൊ മരണം വാസ്തവത്തിൽ പുതിയതിലേക്കുള്ള ഒരു മാറ്റം മാത്രമാണ്. ഇപ്പം ഭാഗവതം എടുത്താൽ തന്നെ ഭാഗവതത്തെ ഇവിടെ ദശമസ്കന്ധത്തില് ആദ്യത്തെ അധ്യായത്തില് പറയുന്നുണ്ട്, ദേവകി
വിവാഹം കഴിഞ്ഞ് പോകുമ്പം കംസർ പറയുന്നുണ്ട്, ഞാൻ തന്നെ എൻ്റെ സഹോദരിയുടെ തേര് തെളിയിക്കാം എന്നും പറഞ്ഞ് തേരിൽ കയറുന്നുണ്ട്. തേര് തെളിയിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നത്. ഹേ അഭൂത എന്നാ പറയുന്നത്, എന്ന് വെച്ചാൽ ഹേ മൂഢ, ദേവകിയുടെ അഷ്ടമപുത്രൻ നിന്റെ അന്തകനായിരിക്കും. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ ആർക്കാ അവരവരുടെ ജീവനിൽ കൊതിയില്ലാത്ത അല്ലേ? നമ്മൾ മരണപ്പെടുമെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ? എല്ലാവർക്കും അവരവരുടെ ജീവൻ. അതുകൊണ്ടാണല്ലോ എല്ലാവരും അവരവരുടെ ദേഹം സംരക്ഷിക്കുന്നത് അല്ലെ? ആഹാരം ശ്രദ്ധിച്ചായാലും എക്സസൈസ് യോഗ ഒക്കെ ചെയ്തായാലും നല്ല വസ്ത്രങ്ങൾ ഇട്ട എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ ശരീരം പ്രിയപ്പെട്ടതാണ് അല്ലെ? അപ്പൊ അതുപോലെ തന്നെ കംസനും ആ ഒരു ഭീതി ഉണ്ടായി തിരിഞ്ഞങ്ങോട്ട് ദേവകിയുടെ മുടിയെയാണ് കയറി പിടിക്കുന്നത്. എന്ന് വെച്ചാൽ സഹോദരിയൊക്കെ വേറെ, പക്ഷെ സഹോദരിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി എന്റെ അന്തകനാന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെ പിടിക്കുമ്പം കുറെ കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പം വസുദേവരാണല്ലോ ദേവകിയുടെ വിവാഹം ചെയ്ത പതി. അപ്പം വസുദേവര് പറയും, കംസ അങ്ങ് ഒരു രാജാവാണ്, അത് മാത്രമല്ല അങ്ങയുടെ സഹോദരിയാണ് ദേവകി, സ്ത്രീകളാണ്, അബലകളാണ്. അപ്പം ഒരിക്കലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഇവൾക്ക് ജനിക്കുന്ന ഓരോ കുട്ടികളെ ഞാൻ നിന്റെ അടുത്ത് കൊണ്ടുവരാം. അഷ്ടമപുത്രനാണല്ലോ കൊല്ലുന്നത്. അപ്പൊ അതുവരെയുള്ള കുട്ടികളെ ഞാൻ നിനക്ക് കൊണ്ടുവന്ന് തരാം, നീ അവരെ കൊന്നോ, ഇവളല്ലല്ലോ കാരണക്കാരി എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, എങ്ങനാണോ ഒരു പുല്ലട്ട് ഒരു കാല് ഇവിടെ വെച്ച് അടുത്ത കാല് അങ്ങോട്ട് വെക്കുന്നത്, അതുപോലാണ് നമ്മൾ എല്ലാവരും. അപ്പൊ ഈ ശരീരം വെടിഞ്ഞ് ആത്മാവ് അടുത്ത ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആ ഒരു ഭാഗത്ത് പലയിടത്തും പറയുന്നുണ്ട്, നമ്മളെല്ലാം ഭഗവാന്റെ ആണല്ലോ കൂടുതലും കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഇനി വരുന്ന ശ്ലോകങ്ങളിലായിട്ട് ജനന മരണങ്ങൾ എന്താണെന്നും ആത്മാവ് പരമാത്മാവ് അതുപോലെ തന്നെ എന്താ പറയുന്ന ജന്മം പുനർജന്മം അതിനെക്കുറിച്ചെല്ലാം ഭഗവാൻ ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ അർജുനനോട് വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് 11ാമത്തെ ശ്ലോകം. അപ്പം മരണം അതിലാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത 12ാമത്തെ ശ്ലോകമാണ്. നത്വേവാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഹ നൈവ ന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. എന്നുവെച്ചാ ഇവിടെ ഞാനില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നില്ല, നീയും ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിട്ടില്ല. ഓക്കെ, നത്വേവാഹം അഹം എന്ന് വെച്ചാൽ ഞാൻ, ജാതു എന്ന് വെച്ചാൽ ഒരിക്കലും, നാസം എന്ന് വെച്ചാൽ ഇല്ല, ഞാൻ ഇല്ലാത്ത ഒരു സമയം ഉണ്ടായിട്ടില്ല. നത്വം, ത്വം എന്ന് വെച്ചാൽ നീയും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. നേമേ ജനാധിപാഹ എന്ന് വെച്ചാൽ ഈ കാണുന്ന രാജാക്കന്മാർ, ഈ കാണുന്ന ജനങ്ങൾ എല്ലാവരും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഓക്കെ, നൈവ ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അപ്പൊ ഇനി ഭാവിയിലും നമ്മളെല്ലാവരും ഇല്ലാതാകുന്നതും ഇല്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന തത്വം ആണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ആത്മാവ് പുനർജന്മ സിദ്ധാന്തം ഹൈന്ദവ ധർമ്മത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പൊ ജീവന്റെ ദീർഘമായ യാത്രയിൽ പല ശരീരങ്ങളാണ് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഈ ശരീരം വിട്ട് അടുത്ത ശരീരം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരീരത്തിന്റെ നാശം ശരീരത്തിലുള്ള ആ ആത്മാവിനെ ബാധിക്കുന്നില്ല. ജന്മാന്തരങ്ങളിലൂടെ ജീവൻ തന്റെ ആത്യന്തിക ലക്ഷ്യമായ ആ പരമാത്മാവിൽ എത്തുന്നിട വരെ നമ്മൾ ജനനം മരണം എന്നുള്ള ചക്രത്തിൽ പെടുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് വന്നതാണ്, എത്തേണ്ടതും ഭഗവാനിലേക്കാണ്. 84 ലക്ഷം ജന്മങ്ങളാണ് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ ഒരു പശു ജന്മവും കൂടെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു നമ്മളെല്ലാം മനുഷ്യരായി വരുന്നത്. എന്താന്ന് വെച്ചാൽ ജ്ഞാനപാലയിലും ആ ഒരു വരികൾ വരുന്നുണ്ട്. അതുപോലെ സത്സംഗത്തിന്റെ ഒരു കഥയും കേട്ടിട്ടില്ലേ? ജ്ഞാനപാലയിൽ പറയുന്നുണ്ടല്ലോ, കൃമിയായി ജലത്തില്, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ മരങ്ങളായി, അതുപോലെ തന്നെ പിന്നെ അരിച്ചു നടന്നു, അത് കഴിഞ്ഞിട്ടുള്ള വരികളാണ് വരുന്നത്. നമ്മള് എന്താ മൃഗങ്ങളായിട്ട്, പിന്നെ പശുക്കളായി, പിന്നാണ് മനുഷ്യരായെന്നും പറഞ്ഞ് ജ്ഞാനപാനയിലെ ആ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സത്സംഗത്തിന്റെ ഒരു മഹിമയുടെ ഒരു കഥയുണ്ടല്ലോ.
കഥയെല്ലാം നടന്ന സംഭവങ്ങളാണ്. നാരദ മഹർഷി ഭഗവാനെ ചെന്നിട്ട് ചോദിക്കും, ഭഗവാനെ സത്സംഗത്തിന്റെ മഹിമയൊന്ന് പറഞ്ഞുതരാൻ പറയും. അപ്പം ഭഗവാൻ പറയും, നാരദരെ അങ്ങ് ഇതുവല്ല കാട്ടി ചെന്നാട്ടെ, അവിടെ ഒരു മരത്തെ ഒരു പുഴുണ്ട്, ആ പുഴുവിനോട് ചോദിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ അവിടെ ചെല്ലും. നാരദ മഹർഷി അവിടെ ചെല്ലുമ്പോൾ നാരദ മഹർഷിയെ കാണുമ്പോൾ തന്നെ ആ പുഴു ആ മരത്തേന്ന് താഴെ വീണങ്ങ് ചത്തുപോകും. അത് കഴിയുമ്പോൾ ഭഗവാന്റെ അടുത്ത് ചെല്ലും, എന്റെ ഭഗവാനെ ഞാൻ അവിടെ ചെന്ന് ചോദിക്കാൻ വായിച്ചപ്പോഴത്തേക്ക് ആ പുഴു എന്നെ കണ്ടപ്പോൾ തന്നെ താഴെ വീണ് ചത്തുപോയെന്ന് പറയും. എന്നിട്ട് പറയും, ശരി, ഇതാ ഇന്ന വീട്ടില് ഒരു പശു ജനിക്കാറായിട്ടുണ്ട്, ഒരു പശുക്കുട്ടി പ്രസവിക്കാറായിട്ടുണ്ട്, അങ്ങ് അവിടെ ചെല്ല്, എന്നിട്ട് ആ പശുക്കുട്ടിയോട് ചോദിക്കണമെന്ന് പറയും. നാരദ മഹർഷി ശരിയെന്നും പറഞ്ഞ് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പം ആ പശു പ്രസവിക്കും ഒരു കുട്ടി. ആ പശുക്കുട്ടിയോട് ചോദിക്കാൻ പായിക്കപ്പോഴത്തേക്ക് ആ പശുക്കുട്ടി ചത്തു വീണു. അപ്പോഴത്തേക്ക് നാരദ മഹർഷിക്ക് ഒരു പേടിയായി, ഇനിയും ഇവിടെ അവരുടെ ഓണർ വല്ലതും ഇത് ചെയ്യുമെന്നുള്ള വെച്ച് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് ചെന്നിച്ച് പറയും, എന്റെ ഭഗവാനെ ഞാൻ അവിടെ ചെന്നപ്പോ ആ പശുക്കുട്ടി എന്നെ കണ്ടപ്പോ തന്നെ ചത്തുപോയെന്ന് പറയും. അത് കഴിയുമ്പോ പറയും, നാരദരെ അങ്ങ് ഒരു കാര്യം ചെയ്യണം, ഇന്ന കൊട്ടാരത്തിൽ ഇന്ന രാജ്യത്ത് അവിടെ ആ രാജ്ഞി പ്രസവിക്കാറായിട്ടുണ്ട്, അങ്ങ് ചെന്ന് ആ രാജ്ഞി പ്രസവിക്കുന്ന കുട്ടിയോട് ചോദിക്കണമെന്ന് പറയും. അങ്ങനെ പറയുമ്പോ പറയും, ഞാൻ അവിടെ പോയി കുട്ടി വല്ലതും ചത്തുപോയാല് അവസാനം അവരെന്നെ അടയ്ക്കും, കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്നൊക്കെ പറയും. അപ്പൊ പറയും, ഇല്ല അങ്ങ് വിഷമിക്കണ്ട, അങ്ങ് അവിടെ ചെന്നാട്ടെന്ന് പറയും. അങ്ങനെ ഭഗവാൻ പറയുന്ന കേട്ട് നാരദ മഹർഷി കൊട്ടാരത്തിൽ ചെല്ലും. കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷം, എന്ന് വെച്ചാൽ രാജ്ഞി പ്രസവിക്കാറായി, പിന്നെ അതുപോലെ പ്രസവത്തിന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാരദ മഹർഷിയല്ലേ വന്നിരിക്കുന്നത്, അപ്പൊ ഭയങ്കര വലിയൊരു ഭക്തനല്ലേ. അപ്പൊ ആ കുഞ്ഞിനും ആ ഒരു അനുഗ്രഹം കിട്ടും. ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോ കാണാം രാജ്ഞി പ്രസവിച്ചു. അപ്പൊ ഈ കുട്ടിയുടെ അടുത്ത് ഇപ്പം നാരദ മഹർഷിയെ കൊണ്ട് കാണിക്കും കുട്ടിയെ രാജാവ്, ഭയങ്കര സന്തോഷം കൊണ്ട്. അപ്പൊ ആ കുട്ടിയോട് ചോദിക്കും, സത്സംഗത്തിന്റെ മഹിമ എന്താണ്? ഇതാർക്കും അറിയാൻ പറ്റില്ല, ഇതൊക്കെ ആത്മജ്ഞാനികളുടെ ആ ഒരു ഇതാണ്. അപ്പൊ ചോദിക്കുമ്പം കുട്ടി പറയും, മഹർഷി അങ്ങ് ആദ്യം കാട്ടി വന്നപ്പോ ഞാനൊരു പുഴുവായിരുന്നു, അപ്പൊ അങ്ങയുടെ ആ സത്സംഗം കൊണ്ട് ഞാനൊരു പശുക്കുട്ടിയായിട്ട് ജനിച്ചു. അവിടെയും അങ്ങയുടെ സംഘം കൊണ്ടാണ് ഇന്ന് എനിക്കൊരു മനുഷ്യ ജന്മമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതും രാജാവിന്റെ വീട്ടില അല്ല, കൊട്ടാരത്തിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അങ്ങയുടെ സത്സംഗം കൊണ്ടാണ് എനിക്ക് പുഴുവിൽ നിന്ന് പശുവിൽ നിന്ന് ഇപ്പൊ ഒരു മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നതെന്ന് പറയും. അപ്പൊ അതാണ് സത്സംഗത്തിന്റെ മഹിമ, ആ ഒരു ഇത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാണെന്താ, നമ്മളെല്ലാവരും ഇതുപോലെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യജന്മം കിട്ടി. ആ മനുഷ്യ ശരീരത്തിലിരുന്ന് പല കാര്യങ്ങളും നല്ലതും ചെയ്തിട്ടുണ്ട്, ചീത്തയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ചാണ് നമ്മുടെ ജീവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവാണ് ഇതെല്ലാം ക്യാരി ചെയ്യുന്നത്. നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുത്ത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ലാപ്ടോപ്പ് നമ്മുടെ ബോഡി ശരീരമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലിരുന്ന് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു ആ USB ആത്മാവായിട്ട് എടുക്കുക. അപ്പം ഇതിനകത്ത് ഇരുന്ന് ചെയ്തെല്ലാം USB കോപ്പി ചെയ്യും. എന്നിട്ട് അടുത്ത ഒരു ലാപ്ടോപ്പിൽ ഈ USB കൊണ്ടുവച്ചാൽ അവിടെ എല്ലാം ഡിസ്പ്ലേ ആവും. എന്ന് വെച്ചാൽ അടുത്ത ഒരു ശരീരത്തിൽ ഈ ആത്മാവ് പോകുമ്പോൾ അവിടെ എല്ലാം വരും, നല്ലതും ചീത്ത, അതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ്. അപ്പം ആ ഒരു ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ആത്മാവ്, അപ്പൊ ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല. ആത്മാവ് നമ്മൾ ഇതിനു മുമ്പും ഇവിടെ അതാണ് പറയുന്നത്, ഇതിനു മുമ്പും ഞാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. മനസ്സിലായി? എപ്പം ഭഗവാനിൽ എത്തിച്ചേരുന്നിടം വരെ. എങ്ങനെയാണോ ജോലിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന തിരിച്ചു വീട്ടിലെത്തുന്ന, അതുപോലെ നദിയിൽ നിന്നും അല്ലാതെ എല്ലാ ജലം എങ്ങനെയാണോ സമുദ്രത്തിൽ പോയി ലയിക്കുന്നത്, അതുപോലെ നമ്മൾ എല്ലാവരും ഭഗവാനിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചു ഭഗവാനിൽ എത്തുന്നിടം വരെ പുനരപ്പി ജനനം, പുനരപ്പി മരണം, പുനരപ്പി ജനനി ജഠരേ ശയനം, ആ ഒരു ഇത് പൊയ്ക്കൊണ്ടിരുന്ന വെച്ചാൽ പിന്നെയും പിന്നെയും ജനനം, പിന്നെയും പിന്നെയും മരണം, പിന്നെയും പിന്നെയും ജനനി ജഠരേ ശയനം എന്ന് വെച്ചാൽ അമ്മയുടെ വയറ്റിൽ പോയി പിന്നെയും ശയിക്കും. ഈ സംസാര ചക്രത്തിൽ നിന്ന് ഇറങ്ങുന്നിടം വരെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ആത്മാവ് അടുത്ത ശരീരങ്ങൾ സ്വീകരിക്കും. അപ്പൊ ഇതിനു മുമ്പ് ഞാനുണ്ടായിരുന്നു, ഇപ്പോഴും ഞാനുണ്ട്, ഇനിയും ഉണ്ടാകും. അതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ മീനിങ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു.
അത് കഴിഞ്ഞുള്ള 13ാമത്തെ ശ്ലോകം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിഹേ ധീരസ്തത്ര ന മുഹ്യതേ. എന്നുവെച്ചാൽ ദേഹിനോസ്മിൻ യഥാ ദേഹേ, ദേഹി എന്ന് വെച്ചാൽ ആത്മാവ് എങ്ങനെയാണോ ഈ ദേഹത്തിൽ, യഥാ ദേഹേ കൗമാരം യൗവനം ജര എന്ന് വെച്ചാൽ കൗമാരപ്രായം, പിന്നെ യൗവനം വരുന്നു, അത് കഴിഞ്ഞ് ജര, ജര എന്ന് വെച്ചാൽ വാർദ്ധക്യം വരുന്നു. തഥാ ദേഹാന്തര പ്രാപ്തി എന്ന് വെച്ചാൽ അതുപോലെ തന്നെ അടുത്ത് വേറെ ഒരു ശരീരത്തിലേക്കുള്ള ആ ഒരു ആത്മാവിന്റെ പ്രവേശനവും. ധീരസത്രന മോഹ്യതി, ധീരന്മാരെന്ന് വെച്ചാൽ നല്ല കായ്ബളമുള്ളവരല്ല, ശരീരബലം പുഷ്ടി അതല്ല, ബുദ്ധിയുള്ളവൻ. ധീ എന്ന് വെച്ചാൽ ബുദ്ധി. അപ്പൊ ബുദ്ധിയുള്ളവൻ വിഷമിക്കുന്നില്ല. ബുദ്ധിയുള്ളവൻ എന്ന് വെച്ചാൽ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ബ്രില്യന്റ് അല്ല, ഭഗവാനെ അറിഞ്ഞവൻ, ആത്മജ്ഞാനം നേടിയവര്, അവർക്കറിയാം ഈ ആത്മാവ് ഈ ശരീരം വിട്ട് അടുത്ത ശരീരം സ്വീകരിക്കുന്നു. അപ്പൊ അവിടെ അവര് വിഷമിക്കുന്നില്ല. ഈ ശരീരമുള്ള ഇവര് വിട്ടിട്ട് പോകുന്നത്, അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് അവര് അടുത്ത ശരീരം സ്വീകരിക്കുന്നു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് ആ മരണം എന്നാൽ മാറ്റമാണ്, അത്രയും ചിന്തിച്ചാൽ മതി. മരണം എന്ന് പറയുന്നത് മാറ്റമാണ്, അത് ശരീരത്തിനേ ഉള്ളു ബാധിക്കുന്ന, ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇപ്പൊ ഒരു കുട്ടി തന്നെ കൊച്ചിലെ നമ്മൾ ആദ്യം കുഞ്ഞായിട്ട് അതിന് ശൈശവം തൊട്ട് തുടങ്ങാം. ശൈശവം എന്ന് വെച്ചാൽ നമ്മുടെ കൈയും ദേഹവും ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ലെ. അത് കഴിയുമ്പോൾ കാണാം കൗമാരത്തിൽ പോകുമ്പോൾ കുറച്ചുകൂടെ തൊലിയൊക്കെ കട്ടിയായി എടുക്കുക. അപ്പൊ നമ്മൾ വിഷമിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അത് കഴിഞ്ഞ് യൗവനം പോയി, വാർദ്ധക്യം, അപ്പൊ ഒക്കെ നമുക്ക് മൊത്തത്തിൽ മാറ്റങ്ങളാണ് വരുന്നത് അല്ലെ. നമുക്ക് ചുളിവുകൾ വരുന്നു, നമ്മുടെ വ്യത്യാസം പലതും വരുന്നു, നമ്മളൊന്നും വിഷമിക്കുന്നില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ പിന്നെന്തിനാണ് ഓരോ പ്രായം മരണം വരുമ്പോ വിഷമിക്കുന്നത്? ആ രീതിയിൽ എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുഞ്ഞ് സപ്പോസ് നമ്മൾ ഒരു 10 വയസ്സ് വരെ അമ്മയുടെ മടിയിൽ തന്നെ കിടക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇല്ല അല്ലെ. ബോറാവും, അമ്മയ്ക്കും ബോറാവും, കുട്ടിക്കും ബോറാവും കിടന്ന്. അത് കഴിഞ്ഞ് സപ്പോസ് നമ്മൾ ഒരു 10 വയസ്സ് കഴിഞ്ഞും പിന്നെ ഇതുപോലെ അങ്ങ് കിടക്കുവാണെങ്കിൽ ഒരു 10-20 വയസ്സ് വരെ ഇങ്ങനെ കുട്ടിപ്രായം പോലെ കിടക്കുവാ, ആ ഒരു ഏജ് പോലെ കാണിക്കുവാണെങ്കിലോ ആൾക്കാർ പറയും മെന്റലി റിട്ടാർഡഡ് എന്ന് പറയല്ലേ. അതങ്ങോട്ട് കഴിഞ്ഞ് യൗവനം വന്ന് ഒരു 50 വയസ്സിൽ യൗവനമായിട്ട് നടക്കുവാണെങ്കിലോ തക്കം കിട്ടിയ ആൾക്കാർ പിടിച്ചിട്ട് അടിക്കും അല്ലെ. അപ്പൊ ഇതെല്ലാം മാറ്റമാണ്, ഇതെല്ലാം ശരീരത്തിനെയുള്ള സംഭവിക്കുന്നത്. ആ ശരീരം മാറുന്നതനുസരിച്ച് പക്ഷെ ആത്മാവിന് മാറ്റം വരുന്നില്ല. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ലെന്നാണ് ഭഗവാനോട് പറയുന്നത്. എന്താ വെച്ചാൽ നമ്മളിത് അറിഞ്ഞു പോയാൽ അതനുസരിച്ച് പഠിച്ചു പോകണം, ജീവിച്ചു പോയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ശ്ലോകം. മാത്രാ സ്പർശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായനോ നിത്യാഹ താം സ്ഥിതിക്ഷസ്വ ഭാരത എന്ന് വെച്ചാ കൗന്തേയ, കുന്തിപുത്ര. ഇവിടെ അത് അമ്മയുടെ പേരിൽ പറയാൻ കാരണം കുന്തി മാതാവ് ഒത്തിരി വിഷമങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചാണ് ഈ കുട്ടികളെ നല്ല രീതി വളർത്തിക്കൊണ്ട് വന്നത്. പാണ്ഡുവിന്റെ ഭാര്യമാരാണല്ലോ കുന്തിയും മാദ്രിയും. കുന്തിയുടെ 3 മക്കൾ യുധിഷ്ഠിർ, ഭീം, അർജുൻ. മാദ്രിയുടെ, പാണ്ഡുവിന്റെ 2ാമത്തെ ഭാര്യയാണ് മാദ്രി. മാദ്രിയുടെ 2 മക്കളാണ് നകുല സഹദേവന്മാർ. പാണ്ഡു മരണപ്പെടുമ്പോൾ മാദ്രിയും ആ ചിതയിൽ വീണ് മരിക്കുവാണ്. പക്ഷെ കുന്തി മാതാവാണ് ഇവരെ 5 പേരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇപ്പം ധൃതരാഷ്ട്ര രാജാവായിരുന്നു ഹസ്തിനാപുരത്തില്. പക്ഷെ ധൃതരാഷ്ട്രം പുറമേ അന്ധനാണ്, മനസ്സുകൊണ്ടും അന്ധനായിരുന്നു. മക്കളോടുള്ള അമിത സ്നേഹം കാരണം. ഇവര് പാണ്ഡു സ്വന്തം സഹോദരനാണ്, പക്ഷെ പാണ്ഡു ഇല്ല. ആ പാണ്ഡുവിന്റെ മക്കളെയും ഭാര്യയും ഇട്ട് ദുര്യോധനം ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം ധൃതരാഷ്ട്ര കണ്ണടച്ചിരിക്കുമായിരുന്നു. മകനെ ശാസിക്കുകയോ ഒന്നും തിരുത്തിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അത് കാരണം ആ കുന്തി മാതാവ് ഒത്തിരി വിഷമങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞതാണ്, ഈ ദുര്യോധനാദികള് ആത്തത്തായനകള് അല്ലെ. ആത്തത്തായനകള് എന്താണെന്നും പറഞ്ഞതായിരുന്നു അവിടെ. എന്ന് വെച്ചാൽ അന്യന്റെ ഭൂമി അപഹരിക്കുക, തെറ്റായ രേഖകൾ ഉണ്ടാക്കുക അല്ലെ, പിന്നെ അതുപോലെ വിഷം ചേർക്കുക, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്.
ഭീമനെ കൊല്ലാൻ വിഷം ചേർത്ത് ആഹാരം കൊടുത്തു. അതുപോലെ തന്നെ ഇവർ അരക്കില്ലത്തിട്ട് ചുട്ടുകൊല്ലാൻ നോക്കി അല്ലെ, പലതരത്തിൽ. അതുപോലെ അവർക്കും അവകാശപ്പെട്ടതാണ്, പാണ്ഡുവിനും ധൃതരാഷ്ട്രർക്കും അവകാശപ്പെട്ടതാണ് ഹസ്തിനാപുരം. പക്ഷെ അവര് മാത്രം എടുത്ത് ഇവർക്ക് കൊടുത്തില്ല. അപ്പൊ ഇവരെ അതേ രീതിയിൽ ഒത്തിരി വേദനിപ്പിച്ചിട്ടും അതുകൊണ്ടാണ് അങ്ങനെ എല്ലാം സഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് കുന്തി മാതാവ്. അതുകൊണ്ടാണ് കൗന്തേയ എന്ന് പറയുന്നത്. ആ ഒരു അമ്മയുടെ പേരിലാണ് അർജുനനെ ഭഗവാൻ ഇവിടെ സംബോധനം ചെയ്തത്. പിന്നെ പറയുന്നത് ഭാരത. ഓക്കെ, അപ്പൊ ഭാരതത്തിൽ ജനിച്ചവനെ ആ ഓരോ വിശേഷണങ്ങൾ, ഒരു 17 പേരുകൾ എന്തോ അർജുനനെ ഭഗവാൻ വിളിക്കുന്നുണ്ട്. ഒത്തിരി ആദ്യം തൊട്ട് നമ്മൾ കണ്ടല്ലോ, ഗുഡാകേശൻ, അതുപോലെ തന്നെ അർജുന, പാർത്ഥ അല്ലെ, അതുപോലെ ഇപ്പം കൗന്തേയ, ഭാരത, ഇതെല്ലാം ഭഗവാൻ അർജുനനെ ഓരോ സന്ദർഭം അനുസരിച്ച് പേരുകൾ വിളിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളാണല്ലോ നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് കേൾക്കുന്ന, നാവ് കൊണ്ട് രുചിക്കുന്ന, നമ്മുടെ തൊലി കൊണ്ട് സ്പർശനം വരുന്നു, ഇതെല്ലാം അല്ലെ. അപ്പൊ ഭഗവാൻ പറയുന്ന മാത്ര സ്പർശാസു കൗന്തേയ, ഒരു മാത്ര നേരം ഇങ്ങനെ സ്പർശിച്ചിട്ട് പോവും കൗന്തേയ, കുന്തിപുത്ര. ശീതോ ഉഷ്ണ സുഖ ദുഃഖ, എങ്ങനാണോ ശീതം എന്ന് വെച്ചാൽ തണുപ്പും ഉഷ്ണം ചൂടും വരുന്നത്, അതുപോലാണ് സുഖമായാലും ദുഃഖമായാലും. ആഗമാപൈനോ അനിത്യ, അത് വരും അതുപോലെ പോവും, അത് അനിത്യമാണ്, അത് സ്ഥിരതയില്ല, അതിനെ അത് പോവും, മാറിക്കൊണ്ടിരിക്കും. താം സ്ഥിതിക്ഷസ്വ ഭാരത എന്ന് വെച്ചാൽ നീ അത് സഹിച്ചാലും. നമ്മള് ഇങ്ങനെയുള്ള ശാസ്ത്രം പഠിച്ചു പോകണമെങ്കിൽ നമുക്ക് തിതിക്ഷ മനോഭാവമാണ് വേണ്ട, സഹനശക്തിയാണ്. അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. എന്നും ഭഗവത്ഗീത വായിച്ചു പോവുക, എന്നും ഹരേ കൃഷ്ണ ചൊല്ലി പോവുക, അത് താനെ വന്നോളും. അതാണ് നാമജപത്തിന്റെ ഒരു മഹിമ. ആ നാമജപം ഉണ്ടെങ്കിൽ തിതിക്ഷ മനോഭാവം നമ്മളിൽ തന്നെ അത് ഡെവലപ്പ് ആയിക്കോളും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണോ ശീതോ ഉഷ്ണവും വന്നും പോകുന്നത്, അതുപോലെയുള്ള സുഖവും ദുഃഖവും. അല്ലാതെ സുഖം മാത്രം അല്ലെ ദുഃഖം മാത്രം ആർക്കും ഇല്ല. ഭഗവാൻ അതനുസരിച്ചാണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത് തന്നെ. അത് വരും അത് പോകും, അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചാലും. അതാണ് ഭഗവാൻ 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് 15. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഓരോ വിഷമഘട്ടങ്ങൾ വരുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതെല്ലാം താൽക്കാലികമാണ്, അല്ലാതെ എന്നും നിലനിൽക്കുന്നതോ അങ്ങനെ ആ ഒരു രീതിയിൽ ഒരിക്കലും നമ്മൾ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എടുത്തു പോവുകയാണെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് എന്താ പറയുന്ന ഒരു ഓക്കെ. ഇനി അടുത്ത ശ്ലോകം, ഇപ്പം ബാക്കി കാര്യങ്ങൾ പറയാം. 15ാമത്തെ ശ്ലോകം. യം ഹി നവ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ എന്ന് വെച്ചാ ഇവിടെ പറയുന്നു, ഭഗവാൻ ഇവിടെ പുരുഷർഷഭ എന്ന് വിളിക്കുന്ന അർജുനന്, എന്ന് വെച്ചാൽ പുരുഷശ്രേഷ്ഠനായ അർജുന, അതാണ്. അപ്പൊ ആരാണോ യംഹിന വ്യഥയന്ത്യത്തെ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ എന്ന് വെച്ചാൽ സുഖത്തെയും ദുഃഖത്തെയും സമമായിട്ട് എടുക്കുന്നവര്, അല്ലാതെ സുഖം വരുമ്പോ തളർന്നും ദുഃഖം വരുമ്പോ തളർന്നും സുഖം വരുമ്പോ ആഹ്ലാദിച്ചു, അങ്ങനല്ല. സുഖമായാലും ദുഃഖമായാലും ഒരുപോലെ കൊണ്ടുപോകുന്നവരും. ധീരനായിട്ടുള്ള ഏത് പുരുഷനുണ്ടോ അവന് ഒരു വ്യഥയുമില്ല, ഒരു വിഷമോ ഇല്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരുപോലെ പോകുന്നു. അവരെയാണ് അമൃതത്വം നേടിയവരെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം നേടിയവര്, അല്ലെങ്കിൽ ആത്മജ്ഞാനികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ തത്വം മനസ്സിലായവര്. ഈ ശരീരം പോയാലും ആത്മാവ് അടുത്ത ശരീരങ്ങൾ സ്വീകരിക്കുന്നു. ആ ഭഗവാനെ കുറിച്ച് അറിഞ്ഞവരാണ് അമൃതത്വം നേടിയവരെന്ന് നമ്മൾ പറയുന്നത്. എന്ന് വെച്ചാൽ ജീവിതം അനുഭവങ്ങളുടെ പ്രവാഹമാണ്. ഓക്കെ, അപ്പൊ ഓരോ നിമിഷവും നമ്മൾ പുതിയ പുതിയ അനുഭവങ്ങളിൽ കൂടെ അല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം നമുക്ക് സുഖം വരുമ്പോഴായാലും ദുഃഖം വരുമ്പോഴായാലും നമ്മൾ ഒരുപോലെ ഇരിക്കണം. ഇപ്പൊ രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സന്ദർഭം, ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ജോലി കിട്ടി, അവർ നല്ല പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി പോകുമ്പോൾ ഒരു വിഷമോ അല്ലെ, പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷെ അതേസമയം നല്ല ജോലി കിട്ടി പോവുക, അപ്പൊ അതൊരു സന്തോഷമാണ് അല്ലെ. അപ്പൊ രണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പെൺകുട്ടികളുടെ കാര്യത്തിലായാലും കല്യാണമൊക്കെ വരുമ്പോൾ, കല്യാണം ഒരുക്കമൊക്കെ നടക്കുമ്പോൾ നമ്മളെ ഭയങ്കര സന്തോഷമായിരിക്കും. അതേസമയം പിന്നെയും അവർ വിവാഹം ചെയ്തു പോകുന്ന കാര്യം ഓർക്കുമ്പോൾ ആ ഒരു വിരഹം ഒരു വിഷമമായിരിക്കും. ഇത് രണ്ടും, പക്ഷെ ഇത് രണ്ടും നമ്മൾ സഹിച്ചല്ലേ പോകുന്നത്. അപ്പൊ അതുപോലെയേ ഉള്ളു. അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ് സുഖമായാലും
ദുഃഖമായാലും അതെല്ലാം പ്രശ്നമാക്കാതെ അതിനെ അതേ രീതിയിൽ തന്നെ നമ്മൾ നേരിട്ട് അമിതമായി പ്രതികരിക്കാതെ കർമ്മം ചെയ്ത് പോകുന്ന ആ ധീരനാണ് മരണമില്ലാത്ത അവസ്ഥയെ അമൃതത്വം പ്രാപിച്ചു എന്ന് നമ്മൾ പറയുന്നത് തന്നെ. അപ്പൊ അതാണ് 15ാമത്തെ ശ്ലോകം. ഇവിടം വരെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ശ്ലോകങ്ങൾ 16 തൊട്ടുള്ളത് പിന്നീട് എടുക്കാം. ഹരേ കൃഷ്ണ.